കോഴിക്കോടൻ കല്യാണക്കഥ കേട്ടാലോ? ഇവരൊക്കെ എൻ്റെ കൂടെ ഏവിയേഷന് പഠിച്ചവരാണ്. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒത്തുകൂടിയിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ കല്യാണം കൂടാനാണ്. ഈ ഇരിക്കുന്ന കല്യാണപ്പെണ്ണാണ് ഞങ്ങളുടെ ഫ്രണ്ട്. ഞങ്ങൾ വരുമ്പോഴേക്കും ആസ് യൂഷ്വൽ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ഇവന്മാരുടെ ഫുൾ കോൺസെൻട്രേഷൻ ആ തളികയിലിരിക്കുന്ന ആപ്പിളും പഴമൊക്കെ ആണ്. ഫൈനലി ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത്, മാത്രമല്ല ഞങ്ങൾക്കൊരു 4-5 വർഷത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായി. എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുമ്പോൾ മെയിനായിട്ട് എയറിൽ കയറുന്നത് ഇവനാണ്. എല്ലാവരും എയർ കയറ്റാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറ് ഞങ്ങൾ 2 പേരാണ്. പക്ഷെ ഇടയ്ക്ക് എനിക്കൊന്ന് പാളാറുണ്ട് കേട്ടോ. വ്ളോഗിൽ വരുമെന്ന ശുഭപ്രതീക്ഷയിൽ എല്ലാവരും ഈ ഫ്രെയിമിൽ അങ്ങനെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഒരു യുദ്ധമാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും ഈ ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാറേ ഇല്ല. ഈ തർക്കം വഷളായപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടി ഇടപെട്ട് ഒരു വഴി പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചെറിയ ബന്ധത്തിന്റെ മേലെ ആ കുട്ടിയുടെ പായസം പോലും ഇവൻ ചോദിച്ചു മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കറികളായിട്ട് വിളമ്പി തുടങ്ങുകയാണ് കേട്ടോ. പക്ഷെ ഇവനാണെങ്കിൽ എന്റെ ശർക്കര ഉപ്പേരി എടുക്കുന്നു, ഞാൻ ഇവന്റെ ക്യാബേജ് എടുക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു യുദ്ധക്കളമായിരുന്നു ആ സദ്യ ഉണ്ടല്. ഈ അടിയൊക്കെ കണ്ടിരിക്കുന്ന ആ കുട്ടി അവസാനം എന്നെ നോക്കിയൊരു ഡയലോഗ്, സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ച്. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, വേഗം എണീറ്റ്. പിന്നെ ഞങ്ങളുടെ കല്യാണ പെണ്ണിന് ഒരു ടാറ്റ ബൈ ബൈ ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു ഹെവി സദ്യ കഴിച്ചതിന്റെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല കേട്ടാ. ഞങ്ങൾ കാറിൽ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ആ ഡേ എൻഡ് ചെയ്തു. അപ്പൊ ഇനിയും കോഴിക്കോടും വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. ഇന്ന് എത്ര ഉള്ളൂ. ബൈ.